ഇന്നത്തെ ലൈവ് എപ്പിസോഡ് ഇതൊക്കെ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, പ്രത്യേകിച്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ടില്ല, ലൈവ് കൂടി കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അക്ബർ അപ്പാനി ടീമിനെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് അത് ആദില തന്നെയാണ്. ഈ അപ്പാനിയുടെയും പ്രത്യേകിച്ച് നമ്മുടെ അക്ബറിന്റെയും ഒക്കെ ഈ തമാശകളുണ്ടല്ലോ, പാട്ടുകളിലൂടെയും മറ്റുമൊക്കെ ഉള്ള ഒരു പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതിനെ പാട്ടുകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആദിലയ്ക്ക് പറ്റുന്നുണ്ട്. ഗെയിമിനെ ഗെയിമായിട്ട് കാണാനും പറ്റുന്നുണ്ട്, അവിടെ പലരുടെയും സ്ട്രാറ്റജീസ് മനസ്സിലാക്കി കളിക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സീസൺ 7 ഒരു സ്ട്രോങ് പ്ലെയർ ആണ് ആദില, ഒരു സംശയവും അതിനകത്തില്ല. പ്രത്യേകിച്ച് ഞാൻ ലൈവിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ആദിലയുടെ അടുത്ത് പോയി മുട്ടാൻ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു ചെറിയ മടിയുണ്ട്. ഞാൻ പറയുന്നില്ല ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ച് വിറച്ച് അവർ നിൽക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു മടിയുണ്ട്. വെറുതെ പോയി ചൊറിയണ്ട, ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയാൻ ചാൻസ് ഉള്ള ഒരാളാണ് എന്ന ഒരു ഭയം ബിഗ് ബോസ് വീട്ടിലെ മറ്റുള്ള മെയിൽ കണ്ടസ്റ്റൻസിന് പ്രത്യേകിച്ച് ആദിലയുടെ അടുത്തുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ അനുമോളെയൊക്കെ അക്ബർ കളിയാക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ജയിലിൽ പോകുന്ന സമയത്തൊക്കെ അവിടെ നിന്ന് നല്ല ഗംഭീരമായ കൗണ്ടറുകൾ, ട്രൗസർ വള്ളിയെന്നും മറ്റേതെന്നും മറച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് കൗണ്ടർ അടിച്ച് നിൽക്കുന്ന ഒരാളാണ് ആദില. ഇപ്പൊ അനുമോളാണെങ്കിൽ പെട്ടെന്ന് ഇമോഷണലി ബ്രേക്ക് ആയിട്ട് കരയും. ഇവിടെ ആദില അങ്ങനെയല്ല, ആദില കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്, അടിപൊളി പ്ലെയർ ആയിട്ട് കയറി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.